ചാലക്കുടിയിൽ ജീപ്പ് തകർത്ത ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകരെ ന്യായീകരിച്ച് സിപിഐഎം. പോലീസിന്റേത് വൈരാഗ്യബുദ്ധി എന്നാണ് ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ ആരോപണം. പ്രവർത്തകരെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് കാണിച്ച് പ്രസ്താവന പുറത്തിറക്കി. സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി. സൂരജ്, ഈ ഹെൽമറ്റില്ലാതെ പോലീസിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണല്ലോ ഇവർക്ക് പിടിവീണത്. പിന്നീടുണ്ടായ സംഘർഷം, അതിനെ എങ്ങനെയാണ് സിപിഐഎം നേതൃത്വം ന്യായീകരിക്കുന്നത്? സൂരജ്. ഉന്മേഷ്, എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനെതിരെ രൂക്ഷ വിമർശനവും അതേസമയം ഈ അക്രമം നടത്തിയ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഈ സിപിഎം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിരിക്കുന്നത്. ഈ ചാലക്കുടി പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ടുള്ള അഫ്സൽ ഏകപക്ഷീയമായി വിദ്യാർത്ഥികൾക്ക് നേരെ കയ്യേറ്റം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് സിപിഎം തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ ITI കോളേജിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോലീസ് അകാരണമായി ഇടപെടുകയും ഈ പ്രവർത്തകരെ ബോധപൂർവം ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സിപിഎമ്മിന്റെ നേതാക്കൾക്കെതിരെയും പോലീസിന്റെ നടപടി ഉണ്ടായി. ആ നടപടിയെല്ലാം അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് സിപിഎം നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്ന വേളയിൽ തന്നെ, അതായത് ഈ SFI പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും സംഘടിച്ചെത്തുകയും ബോധപൂർവം പോലീസിനെതിരെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയും അത് അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും അടക്കം കൃത്യമായി കണ്ടതാണ്. കാരണം ഈ ബൈക്കുമായി ഹെൽമറ്റ് വെക്കാതെ പോലീസിന് മുന്നിലൂടെ എത്തുന്നു, 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ആ സമയത്താണ് പോലീസ് ഇവർക്ക് പിഴ ഈടാക്കുന്നത്. അതിനുശേഷമാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള നിതിന്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചെത്തുകയും പോലീസ് ജീപ്പിന് മുകളിൽ കയറുന്നത് നിതിൻ തന്നെ ഈ ജീപ്പിന്റെ ഗ്ലാസ് ചവിട്ടിപ്പൊട്ടിക്കുകയായിരുന്നു. ബീക്കൺ ലൈറ്റ് ഉൾപ്പെടെ എറിഞ്ഞുടച്ചു. ഇതിന് പിന്നാലെ കൂടുതൽ പോലീസ് എത്തിയാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. ആ സമയത്ത് നിതിനെ അറസ്റ്റ് ചെയ്യാൻ. സൂരജ്, ഏതായാലും ആ സംഘർഷാവസ്ഥ ഉണ്ടായതിൽ പോലീസിനെതിരെ തിരിയുകയാണ് അവിടുത്തെ സിപിഐഎം നേതൃത്വം. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.